കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഗൗതവും നന്ദയും തമ്മിൽ കണ്ടുമുട്ടുവാണ്. അപ്പൊ ഇത്രയും നാള് ഗൗതം വിചാരിച്ചുകൊണ്ടിരുന്ന നന്ദ മരിച്ചു പോയെന്നൊക്കെയാ. പിന്നീട് ഗൗതം ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മഹേശ്വരനും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മിയുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിനെയും ഗൗതത്തിനെയും തമ്മിൽ ഒന്നിപ്പിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തമ്മിൽ എത്ര കാലം ഇങ്ങനെ ഭാര്യ ആയിട്ടാണ് പുറമെ അറിയപ്പെടുന്നെങ്കിലും അവര് ഇന്ന് വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് മഹേഷിനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും മഹേട്ടാ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം. എത്ര കാലം എന്ന് വെച്ചാ ഇനി ഇങ്ങനെ മുന്നോട്ട് പോന്നേ. ഇപ്പൊ തന്നെ നന്ദയും കുഞ്ഞും മരിച്ച എത്ര കാലമായി. ഇനി അവനിങ്ങനെ കാത്തിരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് ചോദിക്കാം. മഹേശ്വരൻ പറഞ്ഞു, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലക്ഷ്മി? അവരിലെ തീരുമാനം എടുക്കേണ്ട ആൾക്കാര് അവരല്ലേ, അവർക്കല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അത് ശരി തന്നെയാ, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് അവനെ ഫോഴ്സ് ചെയ്യണമെന്ന് പറയണം. പിന്നീട് മഹേശ്വരനോട് പറഞ്ഞു, മഹേശ്വരൻ അവനോട് സംസാരിച്ചു നോക്കാൻ പറയണം. അങ്ങനെ മഹേശ്വരനെ ഗൗതത്തിന്റെ അരിയിലേക്ക് വിടുകയാണ്. പിന്നീട് ഗൗതത്തിന്റെ അരികെ മഹേശ്വരൻ ചെന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയണം. എന്താ വെച്ചാ കാര്യം എന്താന്ന് ചോദിക്കാം. അല്ല എത്ര നാളെന്ന് വെച്ചാടാ നീ ഇങ്ങനെ നടക്കണേ? നിനക്കും വേണ്ടേ ഒരു കുടുംബം കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, എനിക്കുണ്ടല്ലോ എന്റെ നന്ദൂട്ടനുണ്ടല്ലോ എന്ന് പറയണം. അതുകൊണ്ടായോ? പിങ്കി ആണെങ്കിൽ നിനക്ക് വേണ്ടി മാത്രമല്ലേ കാത്തിരിക്കുന്നത്. എത്ര കാലമായി അവള് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഒന്നുമല്ലേലും നീ ആദ്യം പ്രണയിച്ച പെൺകുട്ടിയല്ലേ അവള്. അവളെ ഇങ്ങനെ കാത്തിരിപ്പിച്ച് മുഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഉള്ള കാര്യം നിനക്ക് തുറന്നു പറഞ്ഞ പോരേന്ന് വെക്കുക. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, ഞാൻ എന്തു പറയണമെന്ന് അച്ഛൻ പറയണേ. എന്റെ ജീവിതത്തിലേക്ക് അവൾ ഒരിക്കലും വരാൻ പോകുന്നില്ല. എന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനവും ഇല്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദ തന്നെയാണ്. അതിന് ഞാൻ മരിക്കുന്നോടം വരെ അങ്ങനെ തന്നെയായിരിക്കും. ഗൗതം നീ ഇങ്ങനെ പറയരുത്, നിനക്ക് ദൈവദോഷം കിട്ടും. എത്ര കാലമായടാ അവള് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നേ. നീ സ്വന്തം ആകില്ല എന്നറിഞ്ഞിട്ട് പോലും അവള് നിനക്ക് വേണ്ടി കാത്തിരിക്കുമല്ലേ. ഇത്രയും നാളായിട്ട് നിനക്ക് അവളോടൊരു സ്നേഹവും തോന്നിയില്ലോടാ. നീ എന്നാല് ഈ ചെയ്യുന്ന കൊടും ക്രൂരതയാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, അതിനിപ്പോ ഇന്നൊന്നല്ല, ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല അച്ഛാ. എന്റെ മനസ്സിന്റെ വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ കാരണമാണല്ലോ നന്ദം മരിച്ചതെന്ന് ഓർത്ത് കഴിയുമ്പോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. നീ കാരണോ? അതിന് നീ എങ്ങനെയാടാ കാരണക്കാരനാന്നേ? അച്ഛൻ അത് പറയാ. എന്റെ മനസ്സിന്റെ കുറ്റബോധം അതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷെ ഞാൻ അന്ന് അവളെ ഇറക്കി വിടാതിരിക്കുവായിരുന്നെങ്കിൽ അവൾക്ക് ഈ വിപത്തൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് പോട്ടേടാ മോനെ, എത്രയാന്ന് പറഞ്ഞാലും നടക്കേണ്ട സമയത്ത് നടക്കൂലോ. ഇനി ഞാൻ അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഒത്തിരി കാലം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അറിയാലോ, നന്ദു വലുതായിക്കൊണ്ടിരിക്കുക. നന്ദു വളർന്നു വന്നിപ്പോ അവന് നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അവന്റെ ചോദ്യങ്ങൾക്കെല്ലാം നീ മറുപടി പറയേണ്ടതായിട്ട് വരും. അല്ലേലും ഇപ്പൊ പിങ്കിമോൾക്ക് എന്താ കുഴപ്പമിരിക്കുന്നേ? ഈ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലേ? നന്ദുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചാല്? ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അവനെ ദത്തെടുത്തിരിക്കുന്നേ. നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞു പറഞ്ഞേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കണമെന്ന് പറയണം. നീയും അവളും തമ്മിൽ ഒന്നാണെന്ന് പറയാ. പക്ഷെ ഗൗതം അമ്പിനും വില്ലിനും അടുത്തില്ല. ഗൗതം അതിന് നോയാണ് പറഞ്ഞേ. ഗൗതം പറഞ്ഞു, എനിക്കതിന് സാധിക്കില്ല. ഇനി ഏതെങ്കിലും കാലത്ത് സാധിക്കോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അച്ഛനായി എനിക്കൊരു മറുപടി തരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ടേക്ക് പോവാം. മഹേഷിന്റെ മനസ്സിലായി പെട്ടെന്നൊന്നും അവന്റെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന്. പിന്നീട് ഗൗതം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദൂട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. നന്ദൂട്ടൻ്റെ ഇടയിലേക്ക് ചെല്ലുവാണ്. പക്ഷെ നന്ദൂട്ടന്റെ മനസ്സാകപ്പാടെ വിഷമത്തിലായിരുന്നു. പഴയ പോലെ ആ സന്തോഷം കാര്യങ്ങളൊന്നുമില്ല. നന്ദുവിന്റെ അടുത്ത് ചെന്നിട്ട്, എന്തു പറ്റി നന്ദൂട്ട, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എനിക്കറിയാം എന്റെ നന്ദൂട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. എന്തേലും വേണോ? പപ്പ എന്തേലും വാങ്ങിച്ചോണ്ട് തരണോന്ന് ചോദിക്കും മോനെ. ഒന്നും വേണ്ട. പിന്നെ എന്താ ഇപ്പത്തെ പ്രശ്നം എന്താന്ന് ചോദിക്കും. മോനോട് ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ആര് വഴക്ക് പറഞ്ഞു മോനെ? അമ്മ വഴക്ക് പറഞ്ഞോ? അതോ ഇനി അച്ഛമ്മ വഴക്ക് പറഞ്ഞു? ഇല്ല, ആരും എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെ കാര്യം എന്താന്ന് പറ. മോന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? അത് പിന്നെ എനിക്ക് ഗൗരീനെ കാണാൻ തോന്നുവാന്ന് പറയണേ. ഗൗരീനെ കാണാനോ? അതെങ്ങനെ ശരിയാവും? എനിക്ക് ഗൗരീനെ കാണാൻ തോന്നുന്നുണ്ട് പപ്പ. എനിക്ക് ഗൗരീനെ മാത്രമല്ല ഡോക്ടർ ആന്റിനെ കാണാൻ തോന്നുവെന്ന് പറയണേ. എടാ മോനെ, നീ ഒരു ദിവസമല്ല അവരോടൊപ്പം ചെലവഴിച്ചുള്ളൂ. എന്താണെന്നറിയില്ല, എനിക്ക് കാണാൻ തോന്നുക. അതെ, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടാകാമെന്ന് ചോദിക്കാം. ഇത് നല്ല കഥയെ. അങ്ങോട്ട് എങ്ങനെയാ പോകാൻ പറ്റുന്നേ? നമ്മൾ അവിടുന്ന് വന്നല്ലേ ഉള്ളെന്ന് പറയണം. അപ്പോഴേക്കും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിങ്കി വന്നിട്ട് എന്ത് പറ്റി നന്ദോട്ടിന് മുഖം വല്ലായിരിക്കണേ? അവൻ അവിടെ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഗൗരി. ആ ഗൗരീനെ പിന്നെയും കാണണമെന്നാ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിനോട് പിങ്കി പറഞ്ഞു, അത് നടക്കുന്ന കാര്യമാണോ? അവിടെ അവള്
ഇവനൊരു ഡോക്ടർമേനെ കിട്ടിയിട്ടുണ്ട്, അവരെ ഭയങ്കര കാര്യമാണ് പോലും, അങ്ങോട്ടേക്ക് ഇവന് വീണ്ടും പോണമെന്ന്, ആ ഗൗരിനെ കാണണം എന്നൊക്കെ പറയണേ. അത് വേണ്ട കേട്ടോ, കുറെ ദൂരല്ലേ, പോരാത്തിന് മോന്റെ കാലും വയ്യല്ലോ എന്ന് പറയണം. മോന്റെ കാലെങ്ങനെയുണ്ട് കാണിച്ചെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഈ കാലയിലൊക്കെ നോക്കണം, സാരമില്ല കേട്ടോ, പെട്ടെന്ന് മുറിവൊക്കെ ഭേദമാവും, അമ്മ മോനെ ഓയിൽമെന്റ് പുരട്ടി തരാന്ന് പറയണ. ഇത് കേട്ടതും അവൻ പറഞ്ഞു, അതെ എനിക്ക് പുതിയൊരു ഓയിൽമെന്റ് ആ ഡോക്ടർ ആന്റി തന്നിട്ടുണ്ടെന്ന് പറയണം. പുതിയ ഓയിൽമെന്റോ? അതെ, ഈ ഓയിൽമെന്റ് ഇനി പുരട്ടിയാൽ മതിയെന്നാ ആ ഡോക്ടർ ആന്റി പറഞ്ഞ്, അതുകൊണ്ട് ഇത് പുരട്ടിയാൽ മതി എന്ന് പറയണം. അതെ, പപ്പ എന്റെ കാലിൽ ഇന്ന് പുരട്ടി തരുമെന്ന് ചോദിക്കാം. ഇത് കേട്ട പിങ്കി പറഞ്ഞു, എന്തിനാ പപ്പ പുരട്ടുന്നേ, അമ്മ എവിടെയില്ലേ, അമ്മ പുരട്ടി തരാന്ന് പറഞ്ഞോണ്ട് ആ ഓയിൽമെന്റ് മേടിച്ച് അവന്റെ കാലെ പതുക്കെ തടവി കൊടുക്കണം. അങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. പക്ഷെ കിടന്നാലും അവന്റെ മുഖത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ഈ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഗൗതം പറഞ്ഞു, മോൻ ഭയങ്കര ആഗ്രഹമാണോ ഗൗരിനെ കാണാൻ? അതെ പപ്പ, എനിക്ക് ഭയങ്കര ആഗ്രഹമാന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യാം, പപ്പ മോനെ കൊണ്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, ഇവന്റെ ആഗ്രഹത്തിനൊക്കെ ഇങ്ങനെ തുള്ളിക്കളിച്ചിട്ട് കാര്യമുണ്ടോ ഗൗതം, അവൻ ഇച്ചിരി കഴിയുമ്പോൾ അത് മറന്നു പോയിക്കോളെന്ന് പറയണം. അവനൊരു ആഗ്രഹം പറഞ്ഞ് എനിക്കത് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ അവനെയും കൊണ്ട് നാളെ പോയിക്കോളാം. ചെറിയ ദൂരമൊന്നുമല്ല ശാന്തിപുരത്തിന് ഇവിടുന്ന്, അതൊന്നും കുഴപ്പമില്ല പിങ്കി, ഞാൻ അവനെ കൊണ്ട് കാണിച്ചോളാന്ന് പറയാണ്. ഈ സമയം നിർമ്മല നന്ദയോട് പറഞ്ഞു, നന്ദേ എത്ര കാലം എന്ന് വെച്ചാൽ നീ മറച്ചു വെക്കുന്നേ, ഒരു പക്ഷേങ്കില് അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമായിരിക്കും, എങ്കിലും അവനുള്ള മനസ്സിലില്ലേ ഒരാഗ്രഹം കാണത്തില്ല, തന്റെ പപ്പാനെ ഒരു നിമിഷം ഒന്നും കാണണം, തന്റെ അച്ഛനെ കാണണം എന്നുള്ളത്. ആ ആഗ്രഹത്തിന് ഒരിക്കലും നീ വിലങ്ങുതടിയായിട്ട് മാറരുത്. അവളുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം നീ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. ഇല്ല നിർമ്മലേ, അങ്ങനെ എനിക്ക് സാധിക്കില്ല, പിങ്കിയും ഗൗതമും കൂടെ ഒരുമിച്ച് താമസിച്ചെന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത്തരം കാലമായിട്ട് എന്നെ ഒന്ന് അന്വേഷിച്ചു പോലും വന്നിട്ടില്ല, പിന്നെ ഞാൻ ഇതിന് അവരുടെ ജീവിതത്തിന്റെ വിലങ്ങതയായിട്ട് ചെല്ലുന്നേ, അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം. പിന്നീട് നിർമ്മല പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ആ നടക്കട്ടെ എന്ന് പറയണം, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാം. പിന്നീട് ഗൗരിയുടെ അടുത്തേക്ക് നന്ദ ചെല്ലുമ്പോഴത്തേനും ഗൗരി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. എനിക്ക് നന്ദൂട്ടനെ കാണാൻ തോന്നുന്നു അമ്മയെന്ന് പറയണം. അതെ, ഇങ്ങനെ വാശി പിടിക്കില്ല മോളെ, നന്ദൂട്ടൻ തിരുവനന്തപുരത്തിന് പോയില്ലേ, ഇനി എങ്ങനെ കാണാൻ പറ്റുന്നേ, ഇടയ്ക്ക് എപ്പോഴേലും കാണുവാണെങ്കിൽ അമ്മ പറയാട്ടോ എന്ന് പറയണം. വേണ്ട, എനിക്ക് നന്ദൂട്ടനെ കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അമ്മ അവനെ ഫോൺ വിളിച്ച് നോക്കട്ടെ നിൽക്കും. ഫോൺ വിളിച്ച് തരാമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മയുടെ നമ്പർ ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ടീച്ചറമ്മയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിക്കാന്ന് പറയണം. അങ്ങനെ ഗൗരി എന്ത് ചെയ്യാനാണ്, ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് ഡയൽ ചെയ്ത് നേരെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നന്ദ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കോൾ എടുക്കുന്ന ഗൗതമാണ് കോൾ എടുക്കുന്നത്. ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഗൗരിയാന്ന് പറയണം. നന്ദുവിന്റെ ഫ്രണ്ടാന്ന് പറയണം. ആഹാ കൊള്ളാലോ, ഞാൻ ഇപ്പൊ തന്നെ നന്ദുവിന്റെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കണം. നന്ദു പറഞ്ഞ് ഗൗരിക്ക് സുഖമാണെന്ന് ചോദിക്കുക. സുഖമാന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യാവോ, എന്താ, എന്നെ കാണാൻ ഇങ്ങോട്ട് വരാവോ? എന്നെ കാണാൻ അങ്ങോട്ടേക്ക് എൻ്റെ അമ്മ കൊണ്ടുവരത്തില്ല, എന്നെ കാണാൻ ഇങ്ങോട്ട് നന്ദൂട്ടം വരാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഞാൻ പപ്പാട് ചോദിച്ചു കേട്ടോ, പപ്പ എന്നെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, കോള് കട്ട് ചെയ്യുക. പിറ്റേ ദിവസം അങ്ങനെ ഗൗരീനെ കാണാനായിട്ട് നന്ദുവിനെ കൊണ്ട് ഗൗതം വരുന്നുണ്ട്. നന്ദു ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഗൗരീനെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തില്. അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ടീച്ചറോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ നന്ദു പറഞ്ഞു, ഇത് തന്നെ വീടെന്ന് പറയണം. നന്ദുവിന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരി ഓടിച്ചെല്ലുവാണ്. നന്ദു എന്ന് പറഞ്ഞ് ഓടിപ്പോയി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് ഗൗരിയോട് ചോദിച്ചു, അല്ല മോളുടെ അമ്മ എന്തേന്ന് ചോദിക്കാം. അമ്മ അകത്തുണ്ടെന്ന് പറയണം. അങ്ങനെ അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോ ബാ അങ്കിള് കയറി വരാൻ പറയണം. അങ്ങനെ അവരെയും കൊണ്ട് അകത്തേക്ക് വരുവാണ്. ഈ സമയത്ത് ഗൗരിയോട് ചോദിച്ചു, മോൾക്ക് സുഖമല്ലേന്ന് ചോദിക്കണം. ആ സുഖം അങ്കിളെ, എനിക്ക് സുഖം എന്ന് പറയണം. പിന്നീട് അവിടെ വന്നിട്ട് അമ്മ ഇങ്ങോട്ട് വന്നേ, ആരാ വന്നേക്കണം നോക്ക്, ഇതേ നന്ദു വന്നിരിക്കുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ മോളിൽ നിന്ന് ഇറങ്ങി വരുവാണ്. നന്ദ എങ്ങോട്ട് ഇറങ്ങി വരുന്നു, അവിടെ ഗൗതം നിൽക്കുന്ന കണ്ട് ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം നന്ദയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഗൗതം എന്താ ഇവിടെ എന്നുള്ള ഒരിതില്ല. അതേപോലെ തന്നെയായിരുന്നു മരിച്ചു പോയെന്ന് താൻ കരുതി തന്റെ ഭാര്യ കൺമുന്നിൽ നിൽക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഗൗതത്തിന് എന്തോ വെപ്രാളമാണോ വിഷമാണോ എന്താ ഫീലിങ്സ് പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഗൗതം അങ്ങോട്ട് വെച്ചിട്ട്, നന്ദ നീയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നന്ദ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുക. ഈ സമയം നന്ദയോട് ഗൗതം പറഞ്ഞു, ഞാൻ കരുതി നീ മരിച്ചുപോയി കാണുമായിരിക്കുന്നു. അന്ന് ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എല്ലാവരും മരിച്ചു എന്നാ കരുതിയത്, അതുകൊണ്ട് പിന്നെ ഞാൻ നിന്നെക്കുറിച്ച് ഒന്നും ഇരുന്നെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഞാൻ മരിച്ചൊന്നും പോയിട്ടില്ലായിരുന്നു, ഞാനിവിടെ ജീവനോടെ ഉണ്ടായിരുന്നു പറയണം. പിന്നീട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം വന്ന് ഞെട്ടി. നീ ആരുടെ കാര്യം ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും. അല്ല പിങ്കിയുടെ കാര്യം, നിങ്ങളും ഭാര്യയല്ല ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാന്ന് പറഞ്ഞു. അല്ല ഇതാണോ നിങ്ങളുടെ മോൻ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗൗതത്തിന് പിന്നെ എന്തു മറുപടി പറഞ്ഞു നടത്തില്ല. ഗൗതം പറഞ്ഞു, അതെ ഇതെന്റെ മോനാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദി ഓർത്ത എന്താ,
പിങ്കിയുടെ ഗൗതത്തിന്റെ മോനായിരിക്കും ഇതെന്ന് ഓർത്തണ്ട നന്ദ ഇരുന്നേ. പിന്നീട് നന്ദ പെട്ടെന്ന് തന്നെ പോയി ഗൗരീനെ വിളിച്ചിട്ട് ബാ മോളെ കയറി വരാൻ പറയണം. എന്താ അമ്മേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേന്ന് ചോദിക്കണം. പിന്നീട് ഗൗതത്തിനോട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണെന്ന് പറയാ. പോണെന്നോ? എന്തൊക്കെയാ നന്ദി പറയണെന്ന് ചോദിക്കാം. നിങ്ങൾ പോണം. അല്ല ഈ മോള് എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല, നിങ്ങൾ പോണെന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് ഗൗതത്തിനെ പറഞ്ഞു വിടുവാണ്. ഈ സമയം ഗൗതം നന്ദൂട്ടനെ കൂടെ പോകുന്നിടപ്പോൾ ഗൗരിക്ക് സഹിച്ചില്ല. ഗൗരി വല്ലാതെ കിടന്ന് കരയുവാണ്. ആ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ നന്ദ ഗൗരിനെ പിടിച്ചോണ്ട് അകത്തേക്ക് കയറി പോയിട്ട് പൊട്ടിക്കരയാണ് അവിടെ നിന്നിട്ട്. ഗൗരിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും നള്ളി അങ്ങോട്ടേക്ക് വന്നു. നള്ളിക്ക് കാര്യമൊക്കെ മനസ്സിലായി. നള്ളി വന്നിട്ട് നന്ദയോട് ചോദിച്ചു എന്തിനാ നന്ദ ഡോക്ടറെ ഇങ്ങനെ കാണിച്ചേ? ഒന്നുമല്ലേലും ആ വന്ന ആരാന്ന് നന്ദ ഡോക്ടർക്ക് നന്നായിട്ട് അറിയാലോ. അത് ഗൗരിയുടെ അച്ഛനല്ലേ വന്നത്, പിന്നെ എന്തിനാ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗരി ആ സത്യം മനസ്സിലാക്കുക, തന്റെ അച്ഛനാ വന്നേന്നുള്ള കാര്യം. ഗൗരി എന്നിട്ട് ചോദിച്ചു സത്യം പറമേ എന്റെ അച്ഛനാണോ വന്നേ? നന്ദൂട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നാണെന്ന് ചോദിക്കുക. ആ ചോദ്യം കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ നന്ദ ഇരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനി അധികം വൈകാതെ തന്നെ ഗൗതം ആ സത്യം തിരിച്ചറിയും, തന്റെ മോളാണ് ഗൗരി എന്നുള്ള കാര്യം. അപ്പം നന്ദു ആരാന്നുള്ള കാര്യം നന്ദയും തിരിച്ചറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും. അവരുടെ രണ്ടുപേരുടെ സമാഗമത്തിന് ശേഷം ഇനിയിപ്പം നന്ദ ചിലപ്പോൾ തിരിച്ചറിയായിരിക്കും പിങ്കിയും തമ്മിൽ ശരിക്കുമുള്ള ഒരു ഭാര്യ ഭർത്ത ബന്ധമൊന്നുമില്ല. അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.